Welcome to Surface Chemistry, Section 3, Colloids. ഈ ടോപ്പിക്കിലെ 5ാമത്തെ ക്ലാസ് ആണ്. Question number 42. Write a note on purification of colloids. കൊളോയിഡുകളെ എങ്ങനെയെല്ലാം ശുദ്ധീകരിക്കാം, പ്യൂരിഫൈ ചെയ്യാം, ഇതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ്, ദ പ്രോസസ് ഓഫ് റിമൂവിംഗ് ഇംപ്യൂരിറ്റീസ് ഈസ് നോൺ ആസ് പ്യൂരിഫിക്കേഷൻ. ഇംപ്യൂരിറ്റിയെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് പ്യൂരിഫിക്കേഷൻ. കൊളോയിഡിൻ്റെ കൂടെ അയോണുകളോ മോളിക്യൂൾസോ ഇംപ്യൂരിറ്റിയായി ഉണ്ടാകും. ഇവയെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് പ്യൂരിഫിക്കേഷൻ. അടുത്ത പോയിന്റ്, ഇംപ്യൂരിറ്റീസ് മേ ഡീസ്റ്റെബിലൈസ് സോ ഇറ്റ് ഈസ് നെസസറി ടു പ്യൂരിഫൈ കൊളോയിഡൽ സൊല്യൂഷൻ. ഇംപ്യൂരിറ്റി ഉണ്ടായാൽ എന്താണ് കുഴപ്പം? ഇംപ്യൂരിറ്റി ഉണ്ടായാൽ കൊളോയിഡ് അൺസ്റ്റേബിൾ ആവും, അവയുടെ സ്റ്റെബിലിറ്റി കുറയും. അതുകൊണ്ട് അവയെ ശുദ്ധീകരിക്കേണ്ടത് ആവശ്യമാണ്. ഇംപ്യൂരിറ്റീസ് മേ ഡീസ്റ്റെബിലൈസ് സോ ഇറ്റ് ഈസ് നെസസറി ടു പ്യൂരിഫൈ കൊളോയിഡൽ സൊല്യൂഷൻ. മെത്തേഡ്സ് ഫോർ പ്യൂരിഫിക്കേഷൻ. പ്യൂരിഫിക്കേഷന് ഏതെല്ലാം മാർഗങ്ങൾ ഉണ്ട് നോക്കൂ. 3 മാർഗങ്ങളുണ്ട്. 1 ഡയാലിസിസ്, 2 ഇലക്ട്രോഡയാലിസിസ്, 3 അൾട്രാ ഫിൽട്രേഷൻ. ഡയാലിസിസ്, ഇലക്ട്രോഡയാലിസിസ്, അൾട്രാ ഫിൽട്രേഷൻ. ഓരോന്നായി നോക്കാം. 1 ഡയാലിസിസ്. ഈ ഡയഗ്രാം നോക്കൂ. ഒരു വെസലിൽ വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം വരാനും പോകാനും ഉള്ള സൗകര്യമുണ്ട്. അതായത് ഫ്ലോയിങ് വാട്ടറാണ്, ഒഴുകുന്ന വെള്ളമാണ്. ഈ വെള്ളത്തിൽ ഒരു ബാഗ്, കണ്ടാൽ കുപ്പി പോലെ തോന്നും, ഒരു ബാഗ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, തൂക്കിയിട്ടിട്ടുണ്ട്. ഈ ബാഗിന്റെ ഉള്ളിലാണ് ഇംപ്യൂർ കൊളോയിഡ്. ഈ ബാഗിന്റെ ഉള്ളിലാണ് ഇംപ്യൂർ കൊളോയിഡ്. ഇംപ്യൂരിറ്റിയെ നമ്മൾ ക്രിസ്റ്റലോയിഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഈ വൈറ്റ് കളറിൽ കാണിച്ചിരിക്കുന്നത് ഇംപ്യൂരിറ്റിയാണ്, ക്രിസ്റ്റലോയിഡ്. ഈ ബ്രൗൺ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് കൊളോയിഡൽ പാർട്ടിക്കിൾ, അതായത് സോൾ പാർട്ടിക്കിൾ. ഇനി എന്താണ് സംഭവിക്കുക? ഇംപ്യൂരിറ്റീസ് ഈ മെംബ്രെയിനിലൂടെ, ഈ ബാഗ് ഉണ്ടാക്കിയിരിക്കുന്ന മെംബ്രെയിൻ ആണ് ഡയലൈസിങ് മെംബ്രെയിൻ. എക്സാമ്പിൾ പാർച്ച്മെന്റ് പേപ്പർ. ഈ മെംബ്രെയിനിലൂടെ ഇംപ്യൂരിറ്റീസ് വെള്ളത്തിലേക്ക് ഡിഫ്യൂസ് ചെയ്യും. ദ ഇംപ്യൂരിറ്റീസ് ഡിഫ്യൂസ് ടു വാട്ടർ ത്രൂ ദി മെംബ്രെയിൻ, ത്രൂ ദി ഡയലൈസിങ് മെംബ്രെയിൻ. സോ വി ഗെറ്റ് പ്യുവർ കൊളോയിഡ് ഇൻ ദ ബാഗ്. ഇംപ്യൂരിറ്റി വെള്ളത്തിലേക്ക് പോയാൽ ഈ ബാഗിൽ നമുക്ക് എന്ത് കിട്ടും? ശുദ്ധമായ കൊളോയിഡ് കിട്ടും. ഇതാണ് ഡയാലിസിസ്. ഓക്കെ, ചിത്രം വരച്ചെടുക്കണം. ഇനി താഴെ നോട്ട്. The impure colloid is taken in a bag made up of parchment paper and is suspended in flowing water. പാർച്ച്മെന്റ് പേപ്പർ കൊണ്ടുണ്ടാക്കിയ ഒരു ബാഗിൽ ഇംപ്യൂർ കൊളോയിഡ് എടുക്കുന്നു. ആ ബാഗ് വെള്ളത്തിൽ തൂക്കിയിടുന്നു, ഒഴുകുന്ന വെള്ളത്തിലാണ്. The impurities diffuse to water and we get pure colloid in the bag. ബാഗിൽ നിന്നും ഇംപ്യൂരിറ്റീസ് വെള്ളത്തിലേക്ക് ഡിഫ്യൂസ് ചെയ്യുന്നു. ഈ ബാഗിന്റെ ഉള്ളിൽ ശുദ്ധമായ കൊളോയിഡ് നമുക്ക് കിട്ടും. We get pure colloid in the bag. ഇനി ഡയാലിസിസിന് ഒരു ഡെഫിനിഷൻ, അത് ബൈഹാർട്ട് പഠിക്കണം. ഡയാലിസിസ് ഈസ് ദ പ്രോസസ് ഓഫ് റിമൂവിങ് എ ഡിസോൾവ്ഡ് സബ്സ്റ്റാൻസ് from a colloidal solution.
ഒരു കൊളോയിഡൽ സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്ത് കിടക്കുന്ന ഒരു പദാർത്ഥത്തിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡയാലിസിസ്. ബൈ മീൻസ് ഓഫ് എങ്ങനെയാണ്? ഡിഫ്യൂഷൻ ത്രൂ എ സ്യൂട്ടബിൾ മെംബ്രെയിൻ. ഒരു അനുയോജ്യമായ മെംബ്രെയിനിലൂടെ ഡിഫ്യൂഷൻ നടത്തി കൊളോയിഡിൽ അലിഞ്ഞു കിടക്കുന്ന, ഡിസോൾവ് ചെയ്ത് കിടക്കുന്ന ഒരു പദാർത്ഥത്തിനെ റിമൂവ് ചെയ്യുന്നു. ഇതിനെയാണ് ഡയാലിസിസ് എന്ന് വിളിക്കുന്നത്. ഡയാലിസിസ് ഈസ് ദ പ്രോസസ് ഓഫ് റിമൂവിംഗ് എ ഡിസോൾവ്ഡ് സബ്സ്റ്റാൻസ് ഫ്രം എ കൊളോയിഡൽ സൊല്യൂഷൻ ബൈ മീൻസ് ഓഫ് ഡിഫ്യൂഷൻ ത്രൂ എ സ്യൂട്ടബിൾ മെംബ്രെയിൻ. ഡയലൈസിംഗ് മെംബ്രെയിൻ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ആനിമൽ മെംബ്രെയിൻ, അതായത് ബ്ലാഡർ, പാർച്ച്മെന്റ് പേപ്പർ ഓർ സെല്ലോഫെയിൻ ഷീറ്റ് ആർ ദി മെംബ്രെയിൻസ് യൂസ്ഡ് ഫോർ ഡയാലിസിസ്. ഇപ്പൊ ഡയാലിസിസിന് ഉപയോഗിക്കുന്ന മെംബ്രെയിൻസ് ഏതൊക്കെയാണ്? ആനിമൽ മെംബ്രെയിൻ, ബ്ലാഡർ, പാർച്ച്മെന്റ് പേപ്പർ അല്ലെങ്കിൽ സെല്ലോഫെയിൻ ഷീറ്റ്. അടുത്ത പോയിന്റ്, ദ apparatus used for dialysis is known as dialyzer. ഡയാലിസിസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണത്തിനെ വിളിക്കുന്ന പേരാണ് ഡയലൈസർ. ഇനി അടുത്ത മെത്തേഡ് നോക്കാം, ഇലക്ട്രോ ഡയാലിസിസ്. എന്താണ് ഇതിന്റെ പ്രത്യേകത? പഴയ ചിത്രം തന്നെയാണ്. വെള്ളത്തിൽ 2 ഇലക്ട്രോഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, ആനോഡും കാഥോഡും. ഇമ്പ്യൂരിറ്റി അയോൺ ആണെങ്കിൽ ഇലക്ട്രോ ഡയാലിസിസ് ഉപയോഗിക്കാം. പോസിറ്റീവ് ചാർജുള്ള ഇമ്പ്യൂരിറ്റി നെഗറ്റീവ് ഇലക്ട്രോഡിന്റെ സമീപത്തേക്ക് പെട്ടെന്ന് ഡിഫ്യൂസ് ചെയ്യും. നെഗറ്റീവ് ചാർജുള്ള ഇമ്പ്യൂരിറ്റി പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡിന്റെ സമീപത്തേക്ക് പെട്ടെന്ന് ഡിഫ്യൂസ് ചെയ്യും. അപ്പൊ ഡയാലിസിസിന്റെ സ്പീഡ് നമുക്ക് കൂട്ടാൻ പറ്റും. ഡയാലിസിസിന്റെ സ്പീഡ് കൂട്ടാനാണ് ഇലക്ട്രോ ഡയാലിസിസ് നമ്മൾ ഉപയോഗിക്കുന്നത്. പോയിന്റ്സ് നോക്കിക്കോളൂ. Dialysis can be made faster by applying an electric field and the process is known as electrodialysis. Okay, ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് ഡയാലിസിസിന്റെ സ്പീഡ് വർദ്ധിപ്പിക്കാം. ഇതാണ് ഇലക്ട്രോ ഡയാലിസിസ്. ഇനി 1-2 നോട്ടുകൾ നോക്കണം. The process is used when the impurities are ions. ഇമ്പ്യൂരിറ്റി അയോൺ ആകുമ്പോഴാണ് ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്. കാരണം പോസിറ്റീവ് ചാർജുള്ള അയോണും നെഗറ്റീവ് ചാർജുള്ള അയോണും ഇലക്ട്രോഡുകളുടെ സമീപത്തേക്ക് പെട്ടെന്ന് ഡിഫ്യൂസ് ചെയ്യും. ഓക്കെ, അടുത്ത പോയിന്റ്, ഇലക്ട്രോഡ്സ് ആർ പ്ലേസ്ഡ് ഇൻ ദ വാട്ടർ കമ്പാർട്ട്മെന്റ്. ഇലക്ട്രോഡുകൾ വെള്ളത്തിലാണ് വെക്കുന്നത്. The ions present in the colloidal solution easily migrate to the oppositely charged electrodes. അയോണുകൾക്ക് ചാർജ് ഉള്ളത് കൊണ്ട് കാഥോഡിന്റെയും ആനോഡിന്റെയും സമീപത്തേക്ക് പെട്ടെന്ന് ഡിഫ്യൂസ് ചെയ്യും. അപ്പൊ ഡയാലിസിസ് നല്ല സ്പീഡിൽ നടക്കും. അടുത്ത മെത്തേഡാണ് അൾട്രാ ഫിൽട്രേഷൻ. സാധാരണ ഫിൽട്ടർ പേപ്പർ കൊണ്ട് കൊളോയിഡുകളെ അരിച്ചെടുക്കാൻ പറ്റില്ല. കാരണം അവയിലെ സുഷിരങ്ങളുടെ വലിപ്പം കൂടുതലാണ്, പോർ സൈസ് കൂടുതലാണ്. കൊളോയിഡുകളെ അരിച്ചെടുക്കണമെങ്കിൽ സുഷിരങ്ങളുടെ വലിപ്പം കുറഞ്ഞ പ്രത്യേകമായി തയ്യാർ ചെയ്ത ഫിൽട്ടർ പേപ്പർ കൊണ്ട് അരിച്ചെടുക്കണം. ഇതിനെ വിളിക്കുന്ന പേരാണ് അൾട്രാ ഫിൽട്രേഷൻ. അപ്പൊ പ്രത്യേകമായി തയ്യാർ ചെയ്ത ഫിൽട്ടർ പേപ്പർ കൊണ്ട് കൊളോയിഡൽ പാർട്ടിക്കിൾസിനെ അരിച്ചെടുക്കുന്നു അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് അൾട്രാ ഫിൽട്രേഷൻ. ബൈ യൂസിങ് സ്പെഷ്യലി മെയ്ഡ് ഫിൽട്ടർ പേപ്പേഴ്സ്, കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആർ സെപ്പറേറ്റഡ് ഫ്രം ഡിസ്പെർഷൻ മീഡിയം ആൻഡ് ഇമ്പ്യൂരിറ്റീസ്. കൊളോയിഡൽ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ DP ആണ്, നമുക്കറിയാം, ഡിസ്പേഴ്സ്ഡ് ഫേസ്. അരിച്ചെടുക്കുമ്പോൾ കൊളോയിഡൽ പാർട്ടിക്കിൾസിനെ മാത്രമായി കിട്ടും. ഡിസ്പേർഷൻ മീഡിയവും ഇമ്പ്യൂരിറ്റിയും കൊളോയിഡൽ പാർട്ടിക്കിൾസിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നത്.
അപ്പോൾ പ്രത്യേകമായി തയ്യാർ ചെയ്ത ഫിൽട്ടർ പേപ്പർ കൊണ്ട് കൊളോയിഡൽ പാർട്ടിക്കിൾസിനെ വേർതിരിക്കുന്ന, ഫിൽട്ടർ ചെയ്യുന്ന, സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് അൾട്രാ ഫിൽട്രേഷൻ. ബൈ യൂസിങ് സ്പെഷ്യലി മെയ്ഡ് ഫിൽട്ടർ പേപ്പേഴ്സ്, കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആർ സെപ്പറേറ്റഡ് ഫ്രം DM and impurities. This is known as ultrafiltration. This is known as ultrafiltration. ഇതിനെയാണ് ultrafiltration എന്ന് വിളിക്കുന്നത്. ultrafiltration. ഓക്കെ. ഇനി അരിച്ചെടുത്ത കൊളോയിഡൽ പാർട്ടിക്കിൾസിനെ നമ്മൾ ശുദ്ധമായ DM-ഉമായിട്ട് മിക്സ് ചെയ്യുന്നു. ശുദ്ധമായ ഡിസ്പേർഷൻ മീഡിയം അല്ലെങ്കിൽ സോൾവെന്റുമായിട്ട് മിക്സ് ചെയ്യുന്നു. ശുദ്ധമായ ഡിസ്പേർഷൻ മീഡിയവുമായിട്ട് മിക്സ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പുതിയ കൊളോയിഡ് കിട്ടും. അത് പ്യുവർ കൊളോയിഡ് ആയിരിക്കും. സെപ്പറേറ്റഡ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആർ മിക്സ്ഡ് വിത്ത് ഫ്രഷ് DM ടു ഗെറ്റ് പ്യുവർ കൊളോയിഡ്. ഒന്നുകൂടെ വായിക്കാം. ബൈ യൂസിങ് സ്പെഷ്യലി മെയ്ഡ് ഫിൽട്ടർ പേപ്പേഴ്സ്, colloidal particles are separated from DM and impurities. This is known as ultrafiltration. Separated colloidal particles are mixed with fresh DM to get pure colloid. അരിച്ചെടുത്ത കൊളോയിഡൽ പാർട്ടിക്കിൾസിനെ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള DM-ഉമായി കൂട്ടിക്കലർത്തി പുതിയ കൊളോയിഡ് ഉണ്ടാക്കും. അടുത്ത പോയിന്റ്, എങ്ങനെയാണ് ഈ അൾട്രാ ഫിൽട്ടർ പേപ്പർ ഉണ്ടാക്കുന്നത്? An ultra filter paper is prepared by soaking the ordinary filter paper in collodion solution. സാധാരണ ഫിൽട്ടർ പേപ്പറിനെ കൊളോഡിയോൺ എന്ന് പറയുന്ന സൊല്യൂഷനിൽ മുക്കണം, സോക്ക് ചെയ്യണം. അതിനുശേഷം ഫോർമാൽഡിഹൈഡ് ഉപയോഗിച്ച് ഉറപ്പ് കൂട്ടണം. ഹാർഡനിങ് ബൈ ഫോർമാൽഡിഹൈഡ്. അല്പം ഫോർമാൽഡിഹൈഡ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഫിൽട്ടർ പേപ്പറിന് അത്യാവശ്യം ഉറപ്പ് കൂടും. അതിനുശേഷം ഇത് ഉണക്കിയെടുക്കുക. ആൻഡ് ദെൻ ഫൈനലി ഡ്രൈയിങ് ഇറ്റ്. അപ്പം എങ്ങനെയാണ് അൾട്രാ ഫിൽട്ടർ പേപ്പർ ഉണ്ടാക്കുന്നത്? ഒരു സാധാരണ ഫിൽട്ടർ പേപ്പർ എടുക്കുക, അതിനെ കൊളോഡിയോൺ എന്ന് പറയുന്ന സൊല്യൂഷനിൽ മുക്കുക, ഫോർമാൽഡിഹൈഡിൽ മുക്കിയിട്ട് ഉറപ്പ് കൂട്ടണം. അതിനുശേഷം നന്നായി ഉണക്കിയെടുക്കുക. ഇങ്ങനെയാണ് അൾട്രാ ഫിൽട്ടർ പേപ്പർ ഉണ്ടാക്കുന്നത്. ആൻഡ് അൾട്രാ ഫിൽട്ടർ പേപ്പർ ഈസ് പ്രിപ്പയർഡ് ബൈ സോക്കിംഗ് ദ ഓർഡിനറി ഫിൽട്ടർ പേപ്പർ ഇൻ കൊളോഡിയോൺ സൊല്യൂഷൻ. പിന്നെ എന്ത് ചെയ്യണം? ഹാർഡനിങ് ബൈ ഫോർമാൽഡിഹൈഡ് ആൻഡ് ദെൻ ഫൈനലി ഡ്രൈയിങ് ഇറ്റ്. ഇപ്പോൾ കൊളോഡിയോൺ സൊല്യൂഷനിൽ സാധാരണ ഫിൽട്ടർ പേപ്പർ മുക്കുക, ഫോർമാൽഡിഹൈഡിൽ മുക്കി ഉറപ്പുവരുത്തുക, അതിനുശേഷം നന്നായിട്ട് ഉണക്കുക. എന്താണ് കൊളോഡിയോൺ? ദ യൂഷ്വൽ കൊളോഡിയോൺ ഈസ് എ 4% സൊല്യൂഷൻ ഓഫ് നൈട്രോസെല്ലുലോസ് ഇൻ എ മിക്സർ ഓഫ് ആൽക്കഹോൾ ആൻഡ് ഈതർ. അപ്പം ആൽക്കഹോളും ഈതറും മിക്സ് ചെയ്യാം. അതിൽ നൈട്രോസെല്ലുലോസ് ഡിസോൾവ് ചെയ്യാം. 4% വീര്യമുള്ള സൊല്യൂഷനാണ് കിട്ടേണ്ടത്. അപ്പോൾ 4% സൊല്യൂഷൻ ഓഫ് നൈട്രോസെല്ലുലോസ്, 4% സൊല്യൂഷൻ ഓഫ് നൈട്രോസെല്ലുലോസ് ഇൻ എ മിക്സ്ചർ ഓഫ് ആൽക്കഹോൾ ആൻഡ് ഈതർ. അതിനെയാണ് കൊളോഡിയോൺ എന്ന് വിളിക്കുന്നത്. അൾട്രാ ഫിൽട്രേഷൻ ഈസ് എ സ്ലോ പ്രോസസ്. ഇതൊരു സ്ലോ പ്രോസസ്സാണ്. ടു സ്പീഡ് അപ്പ് ദ പ്രോസസ്, പ്രഷർ ഓർ സക്ഷൻ ഈസ് യൂസ്ഡ്. പ്രഷർ നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സക്ഷൻ എന്ന് പറയുന്ന മെത്തേഡ്, വായു വലിച്ചെടുക്കുന്നത്, അത് നമുക്ക് ഉപയോഗിക്കാം. അൾട്രാ ഫിൽട്രേഷൻ്റെ ഒരു പിക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. അൾട്രാ ഫിൽട്രേഷൻ, പ്രഷർ കൊടുത്തു, DM-ഉം ഇമ്പ്യൂരിറ്റീസും സെപ്പറേറ്റ് ചെയ്യുന്നു. DM-ഉം ഇമ്പ്യൂരിറ്റീസും സെപ്പറേറ്റ് ചെയ്തു. കൊളോയിഡൽ പാർട്ടിക്കിൾസ് നമുക്ക് വേറെ കിട്ടും. ഓക്കെ, ഇതാണ് അൾട്രാ ഫിൽട്ടർ പേപ്പർ. അൾട്രാ ഫിൽട്ടർ പേപ്പറാണത്. അൾട്രാ ഫിൽട്ടർ പേപ്പർ. DM-ഉം ഇമ്പ്യൂരിറ്റിയും ഇവിടെ വന്നു.
ഡി എമ്മും ഇമ്പ്യൂരിറ്റിയും ഇവിടെ വന്നു. ഈ ഓറഞ്ച് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് കൊളോയിഡൽ പാർട്ടിക്കിൾ. ഓറഞ്ച് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് കൊളോയിഡൽ പാർട്ടിക്കിൾ. ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസ് കളക്ട് ചെയ്ത് ഫ്രഷ് ഡി എമ്മുമായി കൂട്ടിക്കലർത്തി നമുക്ക് പുതിയ കൊളോയിഡ് ഉണ്ടാക്കാം. അപ്പോൾ കൊളോയിഡുകളെ ശുദ്ധീകരിക്കാൻ 3 മാർഗങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഡയാലിസിസ്, ഇലക്ട്രോ ഡയാലിസിസ്, അൾട്രാ ഫിൽട്രേഷൻ. ഓക്കെ, ബൈ.